രാജ്യം പകച്ചുനിന്ന, തെറ്റായ തീരുമാനമെടുത്ത, തെളിവുകൾ നശിപ്പിക്കപ്പെട്ട ആ 90 മിനിറ്റുകൾ. ക്രൈം സീനിലേക്ക് ജനങ്ങൾ ഇരച്ചെത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ തെളിവുകൾ അലങ്കോലമാക്കപ്പെടും. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷമുള്ള ആ 90 മിനിറ്റുകളിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് ഇതുമൂലം മാത്രമായിരുന്നു. അതോ അവിടെ നടന്നത് ഗുരുതരമായ ഇന്റലിജൻസ് വീഴ്ചയായി? കഴുത്തിൽ സയനൈഡ് കുപ്പിയും തൂക്കി വരുന്ന സാവേറുകളെക്കുറിച്ച് അജ്ഞരായിരുന്നോ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ? 1991 മെയ് 21, സമയം രാത്രി 10:20. ശ്രീപെരുമ്പത്തൂരിലെ ആ രാത്രിക്ക് അന്ന് വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. പെട്ടെന്നൊരു ഉഗ്രസ്ഫോടനം എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ മാറിമറിഞ്ഞു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടിരിക്കുന്നു. പക്ഷേ സുഹൃത്തുക്കളെ, ആ സ്ഫോടനത്തിന് ശേഷമുള്ള 90 മിനിറ്റുകൾ ഉണ്ടല്ലോ, അത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചകളുടെ കഥയാണ് നമ്മോട് പറയുന്നത്. രാജ്യം പകച്ചുനിന്ന, തെറ്റായ തീരുമാനമെടുത്ത, തെളിവുകൾ നശിപ്പിക്കപ്പെട്ട ആ 90 മിനിറ്റുകൾ. സ്ഫോടനം നടന്നു കഴിഞ്ഞ ആ 90 മിനിറ്റുകളിൽ എന്തൊക്കെയാണ് നടന്നതെന്ന ഒരു അന്വേഷണമാണ് അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ദുർബലമായ സർക്കാരായിരുന്നു. ശക്തമായ രാഷ്ട്രീയ അടിത്തറയില്ലാത്ത ആ ഘട്ടത്തിലാണ് രാജ്യം ഈ മഹാദുരന്തത്തിലേക്ക് വീണുപോയത്. ഡൽഹിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ വരാൻ വൈകി. സ്ഫോടനം നടന്ന ആ സെക്കൻഡിൽ തന്നെ ആ സ്ഥലം സീൽ ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചതെന്താണ്? ഒരു വശത്ത് ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ, മറുവശത്ത് അലറിക്കരയുന്ന പ്രവർത്തകർ. പോലീസിനും അധികൃതർക്കും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനായില്ല. മാധ്യമപ്രവർത്തകരും നാട്ടുകാരും അങ്ങോട്ടേക്ക് ഇരച്ചു കയറി. ഫോറൻസിക് വിദഗ്ധർക്ക് കിട്ടേണ്ടിയിരുന്ന നിർണായകമായ തെളിവുകൾ പലരുടെയും കാൽക്കീഴിൽ അമർന്നുപോയി. അതൊരു ക്രൈം സീൻ ആയിരുന്നില്ല, ജനസമുദ്രമായി അവിടം മാറി. ഈ ബഹളങ്ങൾക്കിടയിലാണ് തനുവും ഹരിബാബുവും ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നത്. ഇതിൽ ഹരിബാബു എന്ന യുവാവിന്റെ റോളിനെ പറ്റി ഇന്നും പല സംശയങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. ചെന്നൈയിലെ ശുഭസുന്ദരം എന്ന ഫോട്ടോ സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫറായിരുന്നു ഹരിബാബു. LTTE പ്രവർത്തകരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ഹരിബാബുവിന്. രാജീവ് ഗാന്ധിക്ക് നൽകാനുള്ള ചന്ദനമാല വാങ്ങിയത് ഇയാളാണെന്നും പറയപ്പെടുന്നുണ്ട്. ചാവേറായി വന്ന തനു ഹരിബാബുവിനെ ഒരു മറയായി ഉപയോഗിക്കുകയായിരുന്നു. ഒരു ക്യാമറയുള്ള വ്യക്തി കൂടെയുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംശയം ഒഴിവാക്കാൻ അവളെ സഹായിച്ചു. ആ സ്ഫോടനത്തിൽ ഇരുവരും കൊല്ലപ്പെട്ടു. പക്ഷേ ചിന്നിച്ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഒരു ക്യാമറ കണ്ടെടുക്കുമ്പോൾ അതൊരു പത്രക്കാരൻ്റേതാണെന്ന് കരുതി പോലീസ് ആദ്യം തള്ളിക്കളഞ്ഞു. ഈ അശ്രദ്ധയായിരുന്നു അന്വേഷണത്തിലെ ആദ്യത്തെ വലിയ പിഴവ്. ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഹരിബാബുവിൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ആ 10 ചിത്രങ്ങളാണ് പിന്നീട് ഈ കേസിൻ്റെ ചുരുളഴിച്ചത്. തനുവിൻ്റെയും ആ ഗൂഢാലോചനയുടെ സൂത്രധാരൻ ശിവരസൻ്റെയും മുഖങ്ങൾ ആ ക്യാമറയിൽ തെളിഞ്ഞു കണ്ടു. ഹരിബാബു അറിഞ്ഞുകൊണ്ടാണോ ഈ ഫ്രെയിമുകൾ എടുത്തതെന്ന തർക്കം ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ തൻ്റെ മരണം കൂടി ആ ക്യാമറയിൽ പതിയുമെന്ന് ആ യുവാവ് ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. ഫോട്ടോകളിൽ കുർത്ത ധരിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതായിരുന്നു ഒറ്റക്കണ്ണൻ ശിവരസൻ. സ്ഫോടനം നടന്ന് ആ 90 മിനിറ്റിനുള്ളിൽ തന്നെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ പരാജയപ്പെട്ട ആ നിമിഷം അയാൾ സുരക്ഷിതനായി ചെന്നൈയിലെത്തി. സ്ഫോടനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ പ്രതികളെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ ആദ്യമായി ഒരു കാഴ്ച കണ്ടു. ഉറപ്പായാൽ കഴുത്തിൽ കെട്ടിയ സയനൈഡ് കഴിച്ചു മരിക്കുന്ന ഭീകരർ. ഇത് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമായിരുന്നു. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ബാംഗ്ലൂരുവിലെ കോനനകുണ്ടയിലെ ഒരു വീട്ടിൽ ശിവരസനെ വളഞ്ഞു. പക്ഷേ അവിടെയും അന്വേഷണ സംഘം വൈകിപ്പോയി. പോലീസ് വാതിൽ തകർത്ത് അകത്ത് കയറുമ്പോഴേക്കും ശിവരസനും കൂട്ടരും ആത്മഹത്യ ചെയ്തിരുന്നു. രാജീവ് ഗാന്ധിയുടെ കൊലപാതകം ഒരു ഗ്രനേഡ് ആക്രമണമായിട്ടാണ് ആദ്യം പോലീസ് കരുതിയത്. അതൊരു ചാവേർ ആക്രമണമാണെന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകി. LTTE ഭീഷണികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഫയലുകളിൽ ഉറങ്ങിക്കിടന്നു. സാക്ഷികളെ ചോദ്യം ചെയ്യാൻ വൈകിയതുകൊണ്ട് പല സുപ്രധാന വിവരങ്ങളും വിസ്മൃതിയിലായി. 90 മിനിറ്റുകൾക്ക് ശേഷം SIT വന്നു. അന്വേഷണം നടത്തി, കുറ്റവാളികളെ കണ്ടെത്തി. എല്ലാം ശരിയാണ്. പക്ഷേ ആദ്യത്തെ ആ 1.5 മണിക്കൂർ ഇന്ത്യയുടെ അന്വേഷണത്തിലെ ഏറ്റവും വലിയ പിഴവാണ് നമ്മൾ കണ്ടത്. രാജീവ് ഗാന്ധിയെ കൊന്നത് ഒരു നിമിഷം കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ അന്വേഷണ വിശ്വാസ്യതയ്ക്ക് ഏറ്റ പ്രഹരം ആ 90 മിനിറ്റുകൾക്കുള്ളിലാണ് സംഭവിച്ചത്. ഇന്നും ഉത്തരം കിട്ടാത്ത പല രഹസ്യങ്ങളും ശ്രീപെരുമ്പത്തൂരിലെ മണ്ണിൽ എവിടെയോ പുതഞ്ഞു കിടക്കുന്നുണ്ട്.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മനുഷ്യൻ ഇല്ലാതായി. അതിനുശേഷമുള്ള മാസങ്ങൾ കൊണ്ട് കൊലയാളികളെ നമ്മൾ കണ്ടെത്തി. ആ ആദ്യത്തെ 1.5 മണിക്കൂർ അത് നൽകുന്ന പാഠം വളരെ വലുതാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള വൈമുഖ്യം ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തെ തന്നെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിൻ്റെ തെളിവാണ് രാജീവ് ഗാന്ധി വധം. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ പറയാൻ മടിക്കില്ലല്ലോ.